എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എന്നാൽ ഇതുവരെ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങളും, അതായത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെ നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എന്താണോ അത് ഞാൻ നിങ്ങളോട് പറയാം. അതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത്, ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇതുവരെ ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ കഴിയാത്തതും, അതായത് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യവും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും എന്താണ്, ഒരു കാര്യമല്ല, ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എന്നാൽ ആ പേഴ്സണ് നിങ്ങളോട് ഇതുവരെ പറയാൻ സാധിക്കാത്ത കാര്യങ്ങളും എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണമായിരിക്കാം നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, എന്തായാലും ആ ഒരു വഴക്ക് സംഭവിച്ചു, എന്തായാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു. അത് സാരമില്ല, മേ ബി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം, ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴക്കുണ്ടായിട്ടുണ്ട്, സാരമില്ല, വഴക്കുണ്ടായി, അത് കാരണം പിണങ്ങി, ഓക്കെ, ആ പേഴ്സണും നിങ്ങളോട് പിണങ്ങി, നിങ്ങളും ആ പേഴ്സണോട് പിണങ്ങി. പക്ഷേ ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പിണങ്ങുന്നത് ആ പേഴ്സൺ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതായത് നിങ്ങളോട് പിണങ്ങുക എന്ന് പറയുന്നത് ആ പേഴ്സൺ ഒരിക്കലും ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ല. അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ് ഏറ്റവും വിഷമം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയാലും നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയാലും അത് കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിലും നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിലും എന്തായാലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു, സാരമില്ല, അത് പോട്ടെ. അതൊക്കെ മറന്നിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ആ ഒരു പിണക്കത്തിൽ ഇരിക്കാതെ ആ ഒരു പിണക്കമൊക്കെ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. ഇനി ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ഒരുപാട് നാളായി നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചിട്ട്, നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിട്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കുന്നില്ല, ശരി തന്നെയാണ്. അപ്പോൾ ആ ഒരു പിണക്കമൊക്കെ മാറ്റാം, അതായത് ആ പിണക്കമൊക്കെ മറന്നിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളും ആ പേഴ്സണും ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല. നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം എന്ന് ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അത് ആ പേഴ്സൺ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല.
എന്തായാലും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തത് കാരണം, നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം കാരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണ് പറയാനുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സണ് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് എത്രയും പെട്ടെന്ന് തുറന്ന് പറയണം എന്ന് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അത് നിങ്ങളോട് ചോദിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളും ഈ ഒരു പിണക്കം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾക്കും ഈ ഒരു പിണക്കം മാറണമെന്ന് ആഗ്രഹമുണ്ടോ, ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ പറഞ്ഞത് ആ പേഴ്സൻ്റെ ആഗ്രഹമാണ്, ആ പേഴ്സൻ്റെ ചിന്തകളാണ്, ആ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആ പേഴ്സൺ ഇപ്പോഴും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്, ആ പേഴ്സണോട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അത് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പോലും ആ പേഴ്സൺ അറിയില്ല. നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇപ്പോഴും പിണക്കമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ഇപ്പോഴും പിണക്കമുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം, പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ആ പേഴ്സൺ ഇപ്പോഴും അറിയില്ല. എങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പിണക്കമെല്ലാം മാറ്റണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളുടെ പിണക്കം മാറ്റണമെന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ഇപ്പോഴും ആ പേഴ്സൺ അറിയില്ല. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം നിങ്ങൾ നൽകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങളെന്താണ് ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് പോലും ആ പേഴ്സൺ അറിയില്ല. പക്ഷെ എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ അറിയില്ല നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും, അതായത് നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങളങ്ങനെ ഒരു അവസരം കൊടുത്താൽ നിങ്ങളോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് ആ പേഴ്സണ് അറിയില്ലായിരിക്കാം. എങ്കിലും ആ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്ന്. നിങ്ങൾ ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ, ആ പേഴ്സണ് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഞാനിത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു. മേ ബി നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് തോന്നുന്നുണ്ട്. ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ട്, ആ പേഴ്സൺ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ ഒരുപാട് നാളായല്ലോ നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ സംസാരിച്ചിട്ട്, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ഒരുപാട് വിഷമം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായതുകൊണ്ടോ,
അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ടോ മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നേ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമം. ആ പേഴ്സണ് അതിന് ഒരു വിഷമവും ഇല്ലാതായിരുന്നു. അതായത് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല, നിങ്ങളുടെ വിഷമം ആ പേഴ്സണ് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കുന്നത് എത്രത്തോളമാണോ അതുപോലെ ആ പേഴ്സണും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ട്. ആ പേഴ്സണും നിങ്ങൾ എത്രത്തോളമാണോ വിഷമിക്കുന്നത് അത്രത്തോളം തന്നെ വിഷമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സണും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അത് ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല, നിങ്ങളോടും പറയുന്നുണ്ടാവില്ല. മേ ബി ആ പേഴ്സൻ്റെ വിഷമം പുറമെ പ്രകടിപ്പിക്കാത്തതായിരിക്കാം. പക്ഷേ ആ പേഴ്സണ് നല്ല വിഷമമുണ്ട് നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം. ഇതും നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആ പേഴ്സണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ടും നിങ്ങൾ സംസാരിക്കാതെ ആയിട്ടും നിങ്ങൾ പിണക്കത്തിലായിട്ടും ആ പേഴ്സണ് വിഷമമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അല്ല. ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് പറയാത്തതാണ്. ആ പേഴ്സൻ്റെ വിഷമം പുറമെ പ്രകടിപ്പിക്കാത്തതാണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളും നിങ്ങളുടെ വിഷമം പുറമെ പ്രകടിപ്പിക്കാത്തതായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ പേഴ്സൻ്റെ വിഷമം പുറമെ പ്രകടിപ്പിക്കാത്തതാണ്. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നും ഇപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം, ഇപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴാണോ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അപ്പോൾ മുതൽ ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആ പേഴ്സണും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമമുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. മേ ബി ആ പേഴ്സണ് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യവും ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കാത്തൊരു കാര്യവുമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ആ ഒരു സ്നേഹം ഇപ്പോഴും ആ പേഴ്സൺ ഉണ്ട്. മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നതിനേക്കാളും ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്നുള്ള കാര്യം ആ പേഴ്സൺ തന്നെ മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്നത് ആ പേഴ്സൺ മനസ്സിലാക്കിയത് മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം. അതിനു മുൻപ് ആ പേഴ്സൺ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹിച്ചിരുന്നു, പക്ഷേ അത് എത്രത്തോളമായിരുന്നു, എത്രമാത്രമായിരുന്നു എന്ന് ആ പേഴ്സൺ പോലും മനസ്സിലാക്കിയത് മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പേഴ്സൺ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുമുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം.
അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം. നിങ്ങളും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ മാറും. നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും വിശ്വസിക്കൂ. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ. കോൺഫിഡൻ്റായിട്ട് ഇരിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ആ പേഴ്സണ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആ പേഴ്സണ് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതേപോലെ ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ, കോൺഫിഡൻ്റായിട്ട് ഇരിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ. എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സണും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേഴ്സൺ നിങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങൾ ഒത്തിരി പ്രിയപ്പെട്ടതാണ്. നിങ്ങളെ മറക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. ഇനി ആ പേഴ്സൺ അതിന് ശ്രമിച്ചാലും ആ പേഴ്സൺ അതിന് സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. മേ ബി നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഇനി ആഗ്രഹിച്ചാൽ കൂടി അത് അത്ര എളുപ്പം സാധിക്കില്ല എന്ന് ആ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ അതറിയാം. അതുപോലെ തന്നെ മേ ബി നിങ്ങൾക്കും ആ പേഴ്സണെ മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയാലും ഇല്ലെങ്കിലും എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തായാലും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി നിങ്ങളിപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലോ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കൂ കേട്ടോ. ഇതുപോലെ ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കൂ. ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് ആ പേഴ്സൻ്റെ എനർജി മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അതായത് എനിക്കിവിടെ ലഭിച്ച മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.